5 മിനിറ്റ് കൊണ്ട് ഇനി ഏതൊരാൾക്കും ഹിന്ദി സംസാരിക്കാൻ പഠിക്കാം. അതെ, ഒട്ടും അറിയാത്ത ഏതൊരാൾക്കും ഹിന്ദി സംസാരിക്കാൻ പഠിക്കാം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നാം പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണല്ലോ, ഥാ ഥേ തീ എന്ന്. അത് നമ്മുടെ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷൻ ഒന്ന് തീർത്തു കൊടുക്കുക അല്ലേ. അപ്പൊ ഒന്ന് ഥാ എന്ന് പറയാം. ഥാ അതെവിടെയാണ് ഉപയോഗിക്കുക സാധാരണഗതിയിൽ ഒന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഥ എന്നത് പുല്ലിംഗം വരുമ്പോഴാണ് ഉപയോഗിക്കുക. അതായത് ഒരു പുരുഷൻ സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോയിരുന്നു എന്നൊക്കെ പറയാനാണ് നമ്മൾ ഥ എന്നത് ഉപയോഗിക്കുക. ഉദാഹരണം പറയാം, ഞാൻ ദുബായിലായിരുന്നു. മേ ദുബായ് മേ ഥ. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. മേ ഘർ മേ നഹി ഥ. കുട്ടി വണ്ടിയിലായിരുന്നു. ബച്ച ഗാഡി മേ ഥ. ഇപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ ഓഫീസിലായിരുന്നു, ഇങ്ങനെ പറഞ്ഞ സ്വന്തം പറയാം, ഞാൻ ഓഫീസിലായിരുന്നു. മേ ഓഫീസ് മേ ഥ. അവിടെ പോയിരുന്നു, ഞാൻ അവിടെ പോയിരുന്നു. മേ വഹാ ഗയാ ഥ. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ അല്ലേ, ആ രീതിയിലാണ് നമ്മൾ എന്താ കഥ പറയാം. ഇനി ഒരു സഹോദരിയാണെങ്കിൽ ഇപ്പൊ നജില പറയാണ്, ഞാൻ രാവിലെ ഓഫീസിലുണ്ടായിരുന്നു. മേ സുബഹ് ഓഫീസ് മേ ഥി. ഞാൻ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. मैं ऑफिस में नहीं थी. ഞാൻ ദുബായിലായിരുന്നു 2 ദിവസം മുമ്പ്. मैं 2 दिन पहले दुबई में थी. ഇന്നലെ വണ്ടി വന്നിരുന്നില്ല. कल गाड़ी नहीं आई थी. ഓക്കെ, വണ്ടി ഉണ്ടായിരുന്നില്ല. गाड़ी नहीं थी. ഓക്കെ, ഈ രീതിയിൽ തീ എന്ന് പറയാം. അപ്പൊ എവിടെയാണ് ഉപയോഗിക്കുക? പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ ഥ എന്നും സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ തീ എന്നും. അത് പുല്ലിംഗവും സ്ത്രീലിംഗവും ഇതിലിംഗങ്ങളൂടാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഥേ എന്നതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കൂ. ഥേ എവിടെ ഉപയോഗിക്കാം? ഥേ എന്നത് കൂടുതലായും പുല്ലിംഗം ബഹുവചനം, അതായത് വലിയ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു പുരുഷനെ കുറിച്ച് പറയുമ്പോഴും ഒരുപാട് ആളുകളെ കുറിച്ച് പറയുമ്പോഴും പുല്ലിംഗം വേർഡുകളെ കുറിച്ച് പറയുമ്പോഴും ഒക്കെയാണ് നമ്മൾ ഥേ യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ നമ്മുടെ ടീച്ചർ ഇന്നലെ ഉണ്ടായിരുന്നില്ല, എങ്ങനെ പറയണം? ടീച്ചർ കൽ നഹി ഥേ. ഓക്കെ, ഹിന്ദിയിൽ ടീച്ചർക്ക് എന്താ പറയാ സാധാരണ? ശിക്ഷകൻ എന്നാണ് പറയാ, അല്ലെങ്കിൽ ഗുരുജി എന്നൊക്കെയാണ് പറയാ. ഗുരുജി എന്ന് പറഞ്ഞു. ഗുരുജി ഉണ്ടായിരുന്നില്ല ഇന്നലെ. ഗുരുജി കൽ നഹി ഥേ. ഓക്കെ, ഇനി കുറേ ആളുകളെ പറ്റി പറയാം. കുട്ടികളെല്ലാവരും അവരാരും ഉണ്ടായിരുന്നില്ല, അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ പറയാം. അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. വേ സബ് യഹാ ഥേ. അവരെല്ലാവരും അവിടെ പോയിരുന്നു ഇന്നലെ. വേ സബ് വഹാ ഗയേ ഥേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഥേ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, അത് ബഹുമാനം കൊടുക്കുന്ന ഒരാള്, അതല്ലെങ്കിൽ ഒരു സമൂഹം, അവരെ കുറിച്ച് പറയാനാണ് ഥേ എന്ന് പറയാം അല്ലേ. അപ്പൊ ഥാ ഥീ ഥേ എന്നിട്ട് പറയാം ഥാ ഥീ ഥേ. അപ്പൊ അപ്പൊ അവിടെ മേ പറയുമ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പൊ ഞാനെന്ന് പറയുന്നത് ഹൂ എന്നൊരു പ്രശ്നം അവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ നമ്മള് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ദുബായിലായിരുന്നു. മേ ദുബായ് മേ ഥാ. നജില പറയൂ, ഞാൻ ദുബായിലായിരുന്നു. മേ ദുബായ് മേ ഥി. ഓക്കെ, ഇനി എൻ്റെ പിതാവ് ദുബായിലായിരുന്നു. മേരെ പാപ്പ ദുബായ് മേ ഥേ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഭാഷയുടെ കൃത്യത ഏത് രീതിയിലും നിങ്ങൾക്ക് പറഞ്ഞ് പരിശീലിക്കാൻ ഇതാ ഹിന്ദി യൂണി നിങ്ങളോടൊപ്പമുണ്ട്. ഇതുപോലുള്ള നമ്മളുടെ എപ്പിസോഡ് സീരീസിൽ നിങ്ങളും ഫോളോ ചെയ്ത് കൂടെ കൂടുക. ഈ ജേണിയിൽ നിങ്ങൾ ഒരു പാർട്ട് ആവുക. ധന്യവാദം.